വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളാവത്തിൻ മിനദ്ദുറൂഇ വന്നാലിം മിനൽ ലുതുമി. അല്ലാഹുവിന്റെ വിഖായത്ത് കാവലാണ്. അല്ലാഹുവിന്റെ കാവല് കിട്ടി. അവിടെ കൂടുതൽ കോട്ടകളോ കൊത്തടങ്ങളോ ആയുധശേഖരങ്ങളുടെ ആവശ്യമില്ല. അല്ലാഹു ഒരാളെ കാത്താൽ അവൻ സുരക്ഷിതനാണ്. ജീവിപ്പിക്കുന്നവനാണ് അല്ലാഹു, മരിപ്പിക്കുന്നവൻ അവനാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർ ജീവിക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്നവർ മരിക്കും. ഇങ്ങനെയുള്ള ആ അല്ലാഹു ആണ് എന്നെ നിങ്ങളരികത്തേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ആ അല്ലാഹ് നിങ്ങളെ കൂട്ടിനുണ്ടാകും. നിങ്ങൾ എന്നെ ധിക്കരിച്ചാൽ ഞാനൊന്നും ചെയ്യൂല, എൻ്റെ അടുത്തൊന്നുമില്ല. പക്ഷേ എന്റെ റബ്ബ് അത് കാണും. അല്ലാഹു നിങ്ങളെ ശാശ്വതമായ നരകത്തിലേക്ക് അയക്കും. ഇത് പറയാൻ വേണ്ടി എന്നെ അല്ലാഹ് പറഞ്ഞയച്ച. അത്രേ എൻ്റെ ബാധ്യതയുള്ളൂ. നിങ്ങളൊക്കെ പിടിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ കൊണ്ടുവരേണ്ട ബലപ്രയോഗം അതെന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൽ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നബിയെ, നിങ്ങൾ ഉത്ബോധനം നടത്തുക, ഓർമ്മിപ്പിക്കുക. ഓർമ്മിപ്പിക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ളൂ. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അവരൊക്കെ പിടിച്ചിട്ട് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല, നിങ്ങൾ ചെയ്തോളുന്നില്ല. പക്ഷേ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കൊടുക്കണം. വെറുതെ ജനങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് നരകത്തിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അവരെ ബോധവൽക്കരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ശരി, ആ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപൃതനായി. അള്ളാഹ്ക്ക് തന്നെ സങ്കടം തോന്നിപ്പോയി. ഭക്ഷണമില്ല, ഉറക്കമില്ല. കാരണം ഈ ജനങ്ങൾ പിഴച്ച വഴിക്കാണ് പോകുന്നത്. അവർക്ക് ബോധമില്ലല്ലോ. അവരെ നയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപറ്റിയ ആളാണെന്നല്ലേ അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാനും പുറത്താക്കാനും മർദ്ദിക്കാനും പരിഹസിക്കാനും ഒക്കെയാണല്ലോ അവർ തയ്യാറായി വരുന്നത്. പാവങ്ങൾക്ക് വിവരമില്ലാത്ത എന്ത് ചെയ്യും? പടച്ചവനെ, എങ്ങനെങ്കിലും ഇവർക്ക് കാര്യം ഒന്ന് മനസ്സിലാക്കണേ എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ നടക്കാണ്, പ്രസംഗിച്ചു പോവല്ല. അല്ലാഹ് ചോദിക്കുന്നു സങ്കടത്തോടെ, നബിയെ, ഈ ജനങ്ങൾ അങ്ങയുടെ സന്ദേശത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് ശ്രമിച്ച് അധ്വാനിച്ച് നിരന്തരമായി ത്യാഗത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് കളയുമോ? സ്വന്തം ആരോഗ്യം പോലും ഓർമ്മയില്ലേ? അങ്ങേ തന്നെ നശിപ്പിക്കുമാറ് ഇത്രയുമൊക്കെ ഇവർ വിശ്വസിക്കാത്തതിൽ നടക്കണമോ? നടന്നു കളയുന്നല്ലോ. അല്ലാഹു തആല പറയാം. ആ രീതിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജനങ്ങൾക്ക്, പടച്ചവനെ, ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ലല്ലോ, അവർക്ക് നീ നേർവഴി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ പിന്നാലെ നടന്നിട്ട് അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്ലാഹു പറഞ്ഞു, ബല്ലിഗ് മാ ഉൻസില ഇലൈക. നിങ്ങൾക്ക് ഇറക്കി കിട്ടിയ സന്ദേശം നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഫഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു. ആ പ്രവൃത്തി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത ജോലി നിങ്ങൾ നിർവഹിച്ചിട്ടില്ല. ഫഇല്ലം തഫ്അൽ, ഞങ്ങൾ ആദ്യം പള്ളി ദർസിൽ നിന്ന് പഠിക്കുന്നത് ഫഅല ഫഅല ഫഅലു എന്നാണ്. ഫിഇല്. ഫഇല്ലം തഫ്അൽ, ആ ഫിഇല് പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗമല്ല, ഒരു പ്രബന്ധമല്ല, അതൊരു പ്രവർത്തനമാണ്, ഫിഇലാണ്. ആ പ്രവർത്തനം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ തബ്ലീഗ് നടക്കൂല. വമാ ബല്ലഗ്ത റിസാലതഹു. അപ്പൊ ഏതൊരു പ്രവർത്തനം വഴിയാണ് ഈ ദീൻ പൂർണ്ണമായി ജനങ്ങൾക്ക് കിട്ടുക? ആ പ്രവൃത്തി അതേ രീതിയിൽ, അതേ ഇഖ്ലാസോടെ, അതേ സ്വഭാവത്തോടെ, അതേ ചിട്ടയോടെ ചെയ്യണം. എങ്കിലേ ആ ഡ്യൂട്ടി നിർവഹിച്ചതായി കണക്കാക്കും. അതുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങണം. ഒരു ഭാഗത്ത് അപകടമില്ലാത്തവർക്ക് കൂടി മെല്ലെ ഇതും പറഞ്ഞ് കഴിച്ചിലേ പോരാ. ജനമധ്യത്തിലേക്ക് ഇറങ്ങണം. വല്ലാഹു യഅസിമുക മിനന്നാസ്. അല്ലാഹ് കാത്തോളും നിങ്ങളെ. അല്ലാഹു താക്കുലാക്കി നബിയെ, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങൂ, ഈ ജനങ്ങളിൽ നിന്ന് അല്ലാഹ് നിങ്ങളെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശത്രുക്കളായി മാറിയ സ്വന്തക്കാർക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. എത്ര സുഖമായിട്ട് കഴിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന മഹദിയ. എന്താണ് ചരിത്രം? എല്ലാവർക്കും അറിയാം, ഞാൻ അനുസ്മരിക്കുന്നു. മറ്റൊരു ഗുഹയുണ്ട് ഹിറാ പർവ്വതത്തിൽ, ജബലുൻ നൂർ മലയിൽ, ഹിറ എന്നാണ് പറയാം.
അവിടെ നിന്നാണ് അള്ളാഹുവിന്റെ ദീന്റെ സന്ദേശം ആദ്യം ഉത്ഭവിച്ചു തുടങ്ങിയത്. ഓരേ ഹിറാസ നിക്ലി വനൂർ കി ശുആയേ താരീഖ് വാദിയോं को പുർനൂർ കർ ദിയാ ഹേ. ആ ഹിറാ ഗുഹയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട പ്രകാശമാണ് ഇരുളടഞ്ഞ ജനഹൃദയങ്ങളെ പ്രകാശപൂരിതമാക്കിയത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജനങ്ങൾ വഴികേടിലാണ് പോകുന്നത്. പക്ഷേ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നുമില്ല. അങ്ങനെ വിഷമിച്ച് സ്വാഭാവികമായി ജനങ്ങൾ ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ ഇബാദത്ത് ചെയ്യുകയാണ്. 6 ഹിറയിൽ. അതിന് 15 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതനായിട്ടുണ്ട്. വിവാഹം ചെയ്തത് നമുക്കറിയാം ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. എന്താണ് 25കാരനായ അനാഥനായി വളർന്ന അഗതിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുലീനയായ 2 ഭർത്താക്കന്മാരിൽ നിന്ന് 4 മക്കളെ സമ്പാദിച്ച മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ സ്വന്തം ഭർത്താവാക്കാൻ കാരണം? ജ്യേഷ്ഠത്തെയും അനുജത്തെയും കൂടെ അവരുടെ സ്വത്തുക്കൾ വിൽക്കാൻ വേണ്ടി പല ഏജന്റുമാരെയും ഏൽപ്പിച്ചു വിടാറുണ്ട്. വലിയ സമ്പന്നരും വ്യവസായ പ്രമുഖരുമാണ് അവർ. ഒരിക്കൽ മൈസറത്ത് എന്ന് പറയുന്ന ഒരാളോടുകൂടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിറിയയിലേക്ക് കച്ചവടത്തിന് അയച്ചു. കച്ചവടത്തിലൊന്നും പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു എന്താ നമ്മൾ പറയാ, അൽ അമീൻ എന്നാണ് അവർ പറയുന്നതെങ്കിലും അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. വിശ്വസ്തനായാലും കുറെ സാമർഥ്യം ഒക്കെ കാണിക്കും ചില ആൾക്കാർ. അവർ പറയുന്ന അൽ അമീന്റെ അർത്ഥം നമ്മളിവിടെ ചിലർക്ക് പറയും പരമാർത്ഥക്കാരനാണ്, അല്ലെ ഒരു പോയത്തക്കാരനാണെന്നൊക്കെ പറയും. ഒരു വളഞ്ഞ ബുദ്ധിയില്ലാത്ത ആള്. ഉദാഹരണമായി തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, മുഹമ്മദ് നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇയാളത് മറന്നുപോയി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, മറന്നുപോയി. ഇയാളത് മറന്ന് എന്ത് ചെയ്യാൻ ഓർമ്മ വന്നില്ല. അങ്ങനെ യാദൃശ്ചികമായി 3 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വഴിക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളാണെങ്കിലോ പോയി ഞാനും പോട്ടെ എന്ന് പറഞ്ഞ് പോകൂലേ? നബി സ്വല്ലല്ലാഹു ചിന്തിക്കുന്നത് എന്തോ ഒരു അപകടത്തിൽപ്പെട്ട് അല്ലയോ മറന്നു പോയിട്ടായിരിക്കും. ഓർമ്മയായി വരുമ്പോ എന്നോട് നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഞാനില്ല, ഞാൻ അയാൾക്ക് വിഷമം വരുമല്ലോ, അത് ഞാൻ മുഖേന ഉണ്ടാവണ്ടെന്നും പറഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ നിൽക്കുകയാണ്. 3-ാം ദിവസം യാദൃശ്ചികമായി വന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാത്തു നിൽക്കുന്നു. നീ എനിക്ക് കുറെ പ്രയാസമുണ്ടാക്കി എന്ന് മാത്രം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യനെ പറ്റി നിങ്ങൾ എന്താ പറയാ? ഇങ്ങനെ നേരെ അങ്ങോട്ട് ചിന്തിക്കാന്നല്ലാതെ ഒരു സാമർഥ്യം ദുസ്സാമർഥ്യമുള്ള ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബി സാഹിത്യത്തിൽ ഏറ്റവും മികവ് പുലർത്തിയ ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. കവിതകൾ കൊണ്ട് സംസാരിക്കുന്ന, കവിതകൾ കൊണ്ട് ഒരു ജനങ്ങളെ ഹരം പിടിപ്പിച്ച് ഇളക്കി വിടുന്ന ഒരു കാലഘട്ടം. സർവത്ര അത് ആസ്വദിക്കാൻ കഴിവുള്ളവരും അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് കുട്ടികൾ, പ്രായമുള്ളവര്, സ്ത്രീകൾ, എല്ലാവരും. മഹാകവികളുണ്ട്. അവരന്ന് എഴുതിയിട്ട് പ്രൈസ് വാങ്ങിയ കവിതകൾ കാവയിൽ തൂക്കിയിട്ട് അവാർഡ് വാങ്ങിയത് ഇന്നും പ്രസിദ്ധമാണ്. ഞങ്ങളൊക്കെ അഫ്ളലുൽ ഉലമക്കും മറ്റൊക്കെ പഠിക്കുമ്പോൾ അത് പാഠപുസ്തകമായിട്ട് പഠിച്ച് പാസ്സാകുന്നതാണ്. സബ്ഉൽ മുഅല്ലഖാത്ത്, കാവയിൽ തൂക്കിയിടപ്പെട്ട അവാർഡിന് അർഹമായ 7 കവിതാ സമാഹാരങ്ങൾ. അശ്റുൽ മുഅല്ലഖാത്ത് 10 കവിതാ സമാഹാരങ്ങൾ. നിങ്ങൾ പറഞ്ഞിട്ട് കുറേയുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. ഇതുപോലെ ഇനി ആർക്കെങ്കിലും പാടാൻ പറ്റുമെന്നാണ്. ഏത് മഹാകാവ്യമാണ് നമ്മുടെ അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ടു തൂക്കുക? അങ്ങോട്ട് നമ്മുടെ ഭാഷ ഉയർന്നിട്ടില്ലല്ലോ. ഇത് അവരെല്ലാം ആദരിക്കുന്ന ആരാധനാ കേന്ദ്രത്തിന്റെ ഭിത്തിയിൽ സാഹിത്യത്തിന്റെ അവാർഡ് കിട്ടിയ പ്രതി കൊണ്ടുപോയി തൂക്കി വെല്ലുവിളിക്കുന്ന അവസ്ഥയിൽ ആരാധനയും സാഹിത്യവും ഒരുപോലെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു അത്ഭുത മനുഷ്യനെ കാണാം. എല്ലാം അറിയുമെന്ന് നമ്മൾ പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്തൊരു കലയുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. കവിത പാടാൻ അറിഞ്ഞൂടാ. ഒരു കവിയുടെ വളഞ്ഞ ബുദ്ധി തന്ത്രങ്ങളൊന്നുമില്ല. കവികൾക്ക് വലിയ കുതന്ത്രമാണ്. അബൂ നവാസ് എന്ന് പറയുന്ന അറബി മഹാകവി ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അന്ന് ടി വിയും മറ്റു പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിപരമായ വിനോദങ്ങളാണ് അവരിൽ പരന്നുള്ളത്. പല കഥകളുണ്ട്. അപ്പൊ ഈ ചക്രവർത്തിക്ക് ഒരു അടിമ സ്ത്രീയോട് വല്ലാത്ത സ്നേഹമാണ്. ഖാലിസ എന്നാണ് അവരുടെ പേര്. കാണാൻ നമുക്കൊന്നും കണ്ടാൽ ഒരു വലിയ സൗന്ദര്യമില്ല, പക്ഷെ രാജാവിന് അതിനോട് വല്ലാത്ത സ്നേഹമാണ്. എന്നിട്ട് വലിയ വില പിടിച്ച രത്നമാലകളൊക്കെ അതിന്റെ കഴുത്തിൽ ചാർത്തും. ഈ അബൂ നവാസ് ഒരു ദിവസം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കൊട്ടാര ഭിത്തിയിൽ എഴുതി വെച്ചു,
ലഖദ് ളാഅ ശിഅരി ലദാബാബിക്കും കമാ ളാഇഖ്ദുന്ന ലാ ഖാലിസാ. എന്റെ കവിത നിങ്ങളുടെ വാതിൽക്കൽ, നിങ്ങളുടെ മുമ്പിൽ അത് വെറുതെ പോയിരിക്കുന്നത്, അതിനൊരു പരിഗണനയിൽ ഒരു വിലയില്ല, അത് നഷ്ടപ്പെട്ടിരിക്കും. ഏതുപോലെ ഖാലിസായുടെ കഴുത്തിൽ രത്നമാലകൾ നഷ്ടപ്പെട്ടതുപോലെ. ഒരു നല്ല പെണ്ണിന്റെ കഴുത്തിൽ ഇട്ടിരുന്നെങ്കിൽ എന്ത് രസമുണ്ടായിരുന്നു. ഇത് വില പിടിച്ച രത്നമാല കൊണ്ടുവന്നിട്ട് ഈ കറുത്ത പെണ്ണിന്റെ കഴുത്തിലാണ് ഇടുന്നത്. രാജാവിന്റെ പ്രേമത്തെ കളിയാക്കാണല്ലോ അത്. കൊട്ടാര ഭിത്തിയിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. രാജാവിനോട് പോയിട്ട് പറഞ്ഞത് ഈ അബൂ നിവാസ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞില്ല രാജാവേ, ഞാൻ അങ്ങനെ എഴുതുവോ? അത് അവർ വെറുതെ പറയണം. മറ്റവരെ പറഞ്ഞുണ്ട്, എന്നാ പോയി നോക്കാന്ന്. അങ്ങനെ ഈ എഴുതി വെച്ചിടത്തേക്ക് പോയതെന്ന് ഇതാന്ന് പറഞ്ഞങ്ങനെ കാണിക്കുന്നതിനിടയില് ലഖദ് ളാന്ന് എഴുതിയ അയിനിന്റെ അടിയിലെ കാല് ലേശം ഇങ്ങനെ വായിച്ചാൽ ലഖദ് ളാ. ളാ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. ളാ പ്രശോഭിച്ചു. അപ്പൊ നോക്കുമ്പോ ശരിയാണ്. പാടി നോക്കുമ്പോ ലഖദ് ളാഅ ശിഅരി ലദാബാബിക്കും കമാ ളാഇഖ്ദുന്ന ലാ ഖാലിസാ. എന്റെ കവിത നിങ്ങളുടെ മുമ്പിൽ വളരെ ശോഭിച്ചിരിക്കുന്നു. ഏതുപോലെ ഖാലിസയുടെ കഴുത്തിൽ രത്നമാലകൾ ശോഭിച്ചതുപോലെ. അബൂ നിവാസ് അവാർഡ് വാങ്ങി, രാജാവിന് സമ്മാനം വാങ്ങി. ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉണ്ടാകും. ആരാണ് മുത്തേ കസുപാടിപ്പോണ്? ഒരു കവി ചോദിച്ചു. ഇരുട്ടത്ത് പോവാൻ തോണിമേൽ പാട്ടും പാടി പോകുമ്പോ ഒരു കവിതയിലൂടെ ചോദിക്കാൻ, ആരാണ് മുത്തേ കസുപാടിപ്പോണ്? ഉടനെ മറുപടി, ആരംഭ മുത്തു ശുചായി വീരാനാണ്. നല്ലോളം വീരാക്ക. നാട് വിട്ടുപോയി അത്രേ, മദ്രാസിൽ പഴയ കാലത്ത്. അങ്ങനെ നാട്ടിലേക്ക് കത്തെഴുതി, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പത്തിരിയും ചാറും അയക്കണം. മദ്രാസിലേക്ക് പത്തിരിയും ചാറും അയക്കാൻ കത്തിൽ. അതെങ്ങനെയാ പഠിച്ചോനെ? പത്തിരിയും ചാറും അയച്ചിട്ട് വണ്ടിക്കൂലിക്കാണെന്ന് പറഞ്ഞു. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലിക്ക് പത്തിരിയും ചാറും അടിയന്തരമായിട്ട് അയക്കണമെന്നാ പറഞ്ഞു. അങ്ങനെ പത്തിരിയും ചാറും കൊടുത്താൽ വണ്ടി കയറാൻ പറ്റുമോ? എന്താണ് വികൃതി? പത്തിരി 20, 20, ചാറ് 4, അപ്പൊ 24 ഉറുപ്പ്യ അയക്കണം എന്നാ പറയണത്. പത്തിരിയും ചാറും. ഇങ്ങനെ കവികൾക്ക് പല ജാതി വികൃതി ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു വികൃത ബുദ്ധി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ഒരു പരമാർത്ഥക്കാരനാണ്. എന്ത് ഡ്യൂട്ടിയാ കൊടുത്തത് നിർവഹിക്കാന്നല്ലാതെ, മറ്റുള്ളവരെ പറ്റി ഗുണം വിചാരിക്കാന്നല്ലാതെ അതിലൊരു കുതന്ത്രമൊന്നുമില്ല. പുറത്തൊന്ന് പറയാം, പിന്നെ വേറൊരു കാര്യം നടത്താം. ഇങ്ങനത്തെ ഒന്നുമില്ലാത്ത അതാണ് പരമാർത്ഥക്കാരന്റെ അർത്ഥം. അല്ലമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെയുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല നേരത്തെ തന്നെ ഒരു വഴികേടിലും പെടുത്താതെ കാത്തു. അലം യജ്ദിക ളാല്ലൻ ഫഹദാ. നബിയെ, നിങ്ങൾ മുമ്പ് വഴി അറിയാത്ത ആളെ, വഴി തെറ്റിയ ആളെന്നല്ല കേട്ടോ, വഴി തെറ്റിയൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല. വഴി അറിയാത്ത ആളായിരുന്നു. ജനങ്ങളിൽ പലരും വഴി തെറ്റിയിട്ടുണ്ടെന്നറിയാം. പക്ഷെ നേർവഴി ഏതാണ്, ഇവരെ എങ്ങനെ ഉദ്ധരിക്കാം എന്നറിഞ്ഞുകൂടാതെ വിഷമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫഹദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നേർവഴി കാണിച്ചു കൊടുത്തു, സ്വന്തം നടക്കാനും മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ. ആ കാലഘട്ടത്തിൽ നബിയാകുന്നതിന് മുമ്പ് ഒരു തെറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. തന്നിഷ്ടത്തിന്റെ പേരിൽ പലരും പല ഷോ കാണാൻ പോകാറുണ്ടല്ലോ, പല മജ്‌ലിസിന് പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും പോയിട്ടില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്ന് അയ്യാമുൽ ജാഹിലിയ എന്ന് പറയും, അതിപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട്. മഹാന്മാരുടെ മരണ ദിവസമോ ജന്മദിവസമോ ഒക്കെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരു ഭാഗത്ത് ഭക്തിയുടെ പരിവേഷം അതിനുണ്ട്. പക്ഷെ അവിടെ കച്ചവടക്കാരും കളിക്കാരും തട്ടിപ്പുകാരും പോക്കറ്റടിക്കാരും സമർത്ഥന്മാരും ആവശ്യക്കാരും ഒക്കെ വന്നുകൂടും. അന്നത്തെ കാലത്ത് ഒരു ഭക്തിയുടെ പരിവേഷം ഉള്ളത് കൊണ്ട് ഏകദേശം എല്ലാവരും അതിന് പോകും. അന്നത്തെ കാലം അങ്ങനെയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഒരു ഭാഗത്ത് കവിതാ മത്സരം നടക്കുക, മറ്റു ഭാഗത്ത് ഗുസ്തി നടക്കുക, പല പരിപാടി ഉണ്ടാവും, കലാപരിപാടി ഗംഭീരമാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പോവാറുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പോകണോ വേണ്ടേ, അള്ളാഹ്ക്ക് ഏതായാലും ഇഷ്ടം എന്ന് പെടുന്ന മനസ്സിലാക്കാം. പോവാറുണ്ടായിരുന്നില്ല. അപ്പൊ നബി ചിന്തിക്കുകയാണത്രേ, എന്താ ഞാൻ മാത്രം പോവാത്തത്? എല്ലാരും പോകണുണ്ടല്ലോ.
അതുകൊണ്ട് എനിക്കൊന്ന് പോണം, ഇന്ന് ഞാൻ ഏതായാലും അവിടെ പോകും എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം അവിടെ തീരുമാനമെടുത്തു, ഇന്ന് ഞാൻ പോകുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ പോവേണ്ട സമയമായപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ക്ഷീണവും മയക്കവും വന്ന് ഞാൻ ഉറങ്ങിപ്പോയി, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇതുപോലെ മറ്റൊരു ദിവസം ഞാൻ വളരെ ശക്തമായ തീരുമാനമെടുത്തു, അന്നും ഇതേ അനുഭവം, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ജാഹിലിയ്യ കാലത്തുള്ള ആഘോഷ പരിപാടികളിൽ അതിനെന്ത് ഓമന പേരിട്ടാലും തരക്കടില്ല, ഞാൻ പോയി അള്ളാഹനെ അർപ്പിക്കുന്ന പരിപാടിയാണ്. അവിടെ കുറച്ച് ഹൈറുണ്ടാവും, ഒരുപാട് ഷെറുണ്ടാവും. നബിയാകുന്നതിന് മുമ്പ് തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതിലേക്ക് ഒഴുകാൻ അള്ളാഹ് അനുവദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്ഭുത സിദ്ധികൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ നുവത്തിന്റെ മുമ്പേ തുടർന്നുകൊണ്ടിരിക്കുക അല്ലേ. കുട്ടിക്കാലത്ത് തന്നെ എന്തെല്ലാം കറാമത്തുകൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഗാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കേൾക്കുകയും പറയുകയും വേണം. അപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അള്ളാഹുവിന്റെ റസൂലാണെന്നുള്ള ഈമാൻ നമുക്ക് ഇങ്ങോട്ട് വരുള്ളൂ. ഇല്ലാഞ്ഞാൽ ഒരു പ്രവാചകൻ അങ്ങനെ ഒരു സാധാരണക്കാരെന്നുള്ള അവസ്ഥ വന്നു അല്ല. ആ പ്രസവിച്ച സമയത്ത് എന്തൊക്കെ ഉണ്ടായി, സാവാ തടാകം പറ്റിപ്പോയി, റോമാ സാമ്രാജ്യം വിറച്ചുപോയി, അതൊക്കെ ഇങ്ങനെ പറയുമ്പോ അത് ഉള്ള കാര്യങ്ങളാണല്ലോ. കാരണം പ്രപഞ്ചത്തെ സ്വാധീനിക്കേണ്ട അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഞാനല്ലല്ലോ, നമ്മുടെ വീട്ടിലെ കുട്ടി പറഞ്ഞതല്ലല്ലോ. അള്ളാഹ് പറഞ്ഞല്ലേ, ആകാശഭൂമിയുടെ ഉടമസ്ഥനായ, ജീവൽ മരണത്തിന്റെ ഉടമസ്ഥനായ, യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ലോകത്തിന് ബോധ്യപ്പെടാൻ വേണ്ടി ചില അത്ഭുതങ്ങൾ ഈ ലോകത്ത് അള്ളാഹു ഉണ്ടാക്കാതിരിക്കുമോ? ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ വിശ്വാസം വരൂ. ആ വിശ്വാസം വരാൻ വേണ്ടി അള്ളാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മളാരും പഠിക്കാത്തത്. അതിൽ ചിലതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അമേരിക്കയിലെ രഹസ്യങ്ങൾ, ഭൂഗർഭശാസ്ത്രത്തിലെ കൽക്കരിയുടെ കഥ, അങ്ങനെ പല സസ്യശാസ്ത്രത്തിലെ പരാഗണത്തിന്റെ വാർത്ത, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ഖുർആനിൽ ഇത്തരം ശാസ്ത്രീയമായ സത്യങ്ങളെ നേരത്തെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ അവതരിപ്പിച്ചു. അത് അള്ളാഹുവിന്റെ വചനമാണ്. എന്നാൽ മുഹമ്മദ് നബി അള്ളാഹിന്റെ സത്യപ്രവാചകനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചില അറിവ് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടില്ല. എന്താണ് ആ അറിവ്? വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. സൂറത്ത് യാസീൻ അല്ലാഹു പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മൾ കാവ്യം പഠിപ്പിച്ചിട്ടില്ല. കവിത ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. പണ്ടേ ഒരു കവിതയല്ല, അറബി ഭാഷയ്ക്ക് ഒരു വരി കവിത പോലും മുഹമ്മദ് നബി സംഭാവന ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ പാടിയ കവിത ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്നു. അബൂഅൽ വെച്ച് മരിക്കുമ്പോൾ മകനെ നോക്കി ഉമ്മ പറഞ്ഞു, ബറക ഫീകല്ലാഹു മിൻ ഗുലാമി യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹിമാമി ഫുദീഗദാത്തല്ലർബി ബിസ്സിഹാമി എന്ന് പറഞ്ഞ കുറെ വരികൾ നൈമിഷികമായി അവർക്ക് പാടാൻ സാധിക്കുകയാണ്. മകള് പാടിയതുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല നിമിഷ കവയിത്രിയായിരുന്നു. അല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞു, ഇന്നൻ നിസാഅ ശയാത്തീനുൻ ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. ദാമ്പത്യ ജീവിതത്തിൽ ചില കുത്തുവാക്കുകൾ ചിലപ്പോൾ സന്തോഷത്തിന് കാരണമാകും, ഫലിതങ്ങൾ പറയും. അങ്ങനെ ഒരു രസം ഉണ്ടാക്കിയതാണ്. ഈ പെണ്ണുങ്ങളൊക്കെ ചെകുത്താന്മാരാണ്. പടച്ചവൻ ഈ ആണുങ്ങളായ ഞങ്ങളെ ഇടങ്ങാറാക്കാൻ പടച്ചതാണ് ഈറ്റിങ്ങളെ. അവരെ ഷെറിന്ന് പടച്ചാൻ വരാൻ നമ്മളെ കാക്കട്ടെ എന്ന് അർത്ഥത്തിൽ അല്ലാഹു തആല പറഞ്ഞു. ഫാത്തിമ ബീവി ഇരുന്ന് കരഞ്ഞില്ല. ഉടൻ അതേ നാണയത്തിൽ മറുപടി പറഞ്ഞു, ഇന്നൻ നിസാഅ ഹീനുൻ ഖുലിഖ്ന ലക്കും വകുല്ലുക്കും തസ്തഹി ശമ്മറയാഹീനി. നോക്കൂ നിങ്ങൾ, അതിന്റെ എടുപ്പും വെപ്പും. ആ രണ്ട് വരി ഒരാൾ ഒറ്റയ്ക്ക് പാടിയാൽ ഒന്നൊരു പുരുഷന്റെ ആക്ഷേപമാണ്, മറ്റതൊരു സ്ത്രീയുടെ മറുപടിയാണെന്ന് തോന്നുന്നു. അത്ര നല്ല എടുപ്പ് വെപ്പോട് കൂടെയാണ് രണ്ട് വരി അല്ലാഹുവിന്റെ ചൊല്ലി വെച്ച ഇന്നന്നിസാഅ ശയാത്തീനുൻ ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി ഇന്നന്നിസാഅ റയാഹീനുൻ ഖുലിഖ്ന ലക്കും വകുല്ലുക്കും തസ്തഹി ശമ്മർ റയാഹീനി. ഒരു വ്യത്യാസമില്ല. എന്താ മറുപടി എന്നറിയോ?
പെണ്ണുങ്ങൾ പിശാചുക്കളോ അല്ല, സ്ത്രീകൾ റൈഹാൻ പൂവുകളാണ്. പുരുഷന്മാരായ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രത്യേക സൗന്ദര്യത്തോടും സൗരഭ്യത്തോടും കൂടെ പടച്ചൊരുക്കുന്ന റൈഹാൻ പുഷ്പങ്ങളാണ് സ്ത്രീകൾ. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? പുരുഷവർഗത്തിൽ ആർക്കാണ് സ്ത്രീകൾ വേണ്ടാത്തത്? എല്ലാവർക്കും വേണമല്ലോ. അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും സാലിഹ്യങ്ങൾക്കും എല്ലാവർക്കും പെണ്ണ് വേണ്ടേ? എന്നിട്ടാണോ നിങ്ങൾ സ്ത്രീവർഗത്തെ തരം താഴ്ത്തി പറയുന്നത് എന്ന് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കവിതക്ക് കവിത. അതേ സമയത്ത് ഇങ്ങനെ അവിടെ എത്രയോ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഇപ്പം നേരം കൊടുത്തു. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിതയും പാടുന്നില്ല. യഥാവിധി ആസ്വദിക്കാനുള്ള കാവ്യശേഷിയില്ല. എന്തുകൊണ്ടാണത്? അല്ലാഹു തആല പറയാണ്, വമാ യംബഗീ ലഹു, പരിശുദ്ധ ഖുർആന്റെ പ്രബോധകനാകാൻ പോകുന്ന ആൾക്ക് അത് ചേർന്നതല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റും വ ഖുർആനും മുബീൻ. ഇത് അല്ലാഹുവിന്റെ കാര്യം ഉത്ബോധിപ്പിക്കുകയാണ്. അത് പരസ്യമായ രീതിയിൽ ഓതി അവതരിപ്പിക്കുകയാണ്. ഇത് പാടി രസിപ്പിച്ചാൽ ഇത് ശരിയാവില്ല. ഇത് വലിയ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട സംഗതിയാണ് ഖുർആൻ. അങ്ങനത്തെ ഒരു നബി നേരത്തെ കവിത ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഖുർആന അത് മൂപ്പരതിനും വലിയ കവിതയൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഖുർആനെ മൂപ്പർക്ക് ഉണ്ടാക്കാൻ പ്രയാസം ഉണ്ടാവില്ല തോന്നിയിട്ട് ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകും. മിർസാ ഗുലാം ഖാദിയാനി നബിയായപ്പോൾ പറ്റിയത് അതാണ്. അയാൾ പേർഷ്യൻ ഭാഷയിൽ കവിത പാടി, അറബിയിൽ പാടി, ഉറുദുവിൽ പാടി, പല ഭാഷയിൽ നല്ല ഒഴുക്കൾ. സഹജമായ ഒരു കഴിവായിരിക്കുമല്ലോ എഴുതാൻ എന്നതുപോലെ തന്നെ പാടാനും അയാൾക്ക് ഒരുപാട് കഴിവുണ്ടായിരുന്നു. ഒരുപാട് കവിതകൾ പാടിയിട്ട് ആ കൂടുതൽ കുറച്ച് വഹി ഉണ്ടാക്കി. അതിപ്പെന്താ പ്രത്യേകത? ഒന്നുമില്ല, നമുക്കൊക്കെ ഉണ്ടാക്കാം ആ രീതി തന്നെ. അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അങ്ങനെയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓതി കേൾപ്പിച്ചെന്നത്. ഓതാൻ പാണ്ഡിത്യമില്ലാത്ത നബിയാണ് ഓതി തന്നത്. അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ പറയാൻ അറിവില്ലാത്ത നബിയാണ് പറഞ്ഞു തരുന്നത്. ഏറ്റവും വലിയ തെളിവ് ഇസ്ലാം സത്യമാണ് എന്നതിന്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ യഥാർത്ഥ പ്രവാചകനാണെന്നതിന് ധാരാളം തെളിവുകൾ തെരഞ്ഞു നിങ്ങൾക്ക് പോണ്ട. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വ തഅദീബി ഫിൽ യുതുമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. രണ്ട് കാര്യം ആലോചിച്ചാൽ മതി മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണ്, സത്യപ്രവാചകൻ എന്ന് മനസ്സിലാക്കാൻ. ഒന്ന്, ജാഹിലിയ കാലത്ത് അറിവ് കിട്ടി. എവിടെയും പോയി പഠിച്ചിട്ടില്ലല്ലോ, പഠിക്കാനുള്ള സൗകര്യമില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളല്ലല്ലോ പറയുന്നത്. എന്നിരിക്കെ ഇത്രയും സത്യസന്ധമായ അറിവുകൾ കിട്ടി റസൂലുള്ളാഹി എന്നുള്ളത് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ളത് മതിയായ തെളിവാണ്. മറ്റൊന്ന്, പാപ്പയില്ല, ഉമ്മയില്ല, ഒരു വികൃതമായ സംസ്കാരത്തോടെ ജീവിക്കുന്ന ജനങ്ങളിൽ ജീവിച്ചൊരു മനുഷ്യൻ വളരെ അങ്ങേയറ്റത്തെ സംസ്കാര സമ്പന്നനായി നല്ല അതവുള്ള ആളായിട്ട് വളരുന്നു. അതെങ്ങനെ, എന്തൊരു അത്ഭുതമാണത്! അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു തആല അറിവും സംസ്കാരവും കൊടുത്ത് നേരത്തെ വളർത്തിയിട്ടുണ്ട്. പണ്ഡിറ്റ് ശങ്കർ ദയാൽ ശർമ്മ, പത്രം വായിക്കുന്നവർക്ക് അറിയാം, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു, ആദ്യം വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. തർജുമ ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹമൂദുൽ ഹസൻ ദയ്യൂബന്ദി പരിശുദ്ധ ഖുർആന്റെ ആശയം ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ പ്രസ്ഥാനം സംഘടിപ്പിച്ചതിന്റെ പേരിൽ തടവുകാരനായി മാൽട്ടാ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട് 4.5 കൊല്ലം അവിടെ താമസിക്കുന്നതിനിടയിൽ അദ്ദേഹം കൂടെയുണ്ടായിരുന്ന ശിഷ്യനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹുസൈൻ അഹ്മദ് മദനി നബ്ബറല്ലാഹു മർഖദഹു, വലിയ മഹത്വം, എല്ലാ നിലക്കും എത്തിയ ആളായിരുന്നു, ലോക പണ്ഡിതനായിരുന്നു, ഇന്ത്യ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ച മഹാനായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാകാൻ മറ്റൊരാളില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചു എല്ലാവരും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയല്ല ഈ ഇന്ത്യ സ്വതന്ത്രമാക്കാൻ ഉത്സാഹിച്ചത്, എനിക്കതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം മൗലാന ആസാദിനെ കേന്ദ്ര വിദ്യാഭ്യാസമായി തെരഞ്ഞെടുക്കുന്നത്. ഹുസൈൻ അഹമ്മദ് മദനി മരിക്കുന്നവരെ വാടക വീട്ടിൽ താമസിച്ചാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് കാര്യങ്ങൾ വായിക്കാൻ കഴിവുള്ള ആളായിരുന്നു.
അത് നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വലിയ സിദ്ധിയുള്ള ആളായിരുന്നു. മദീനയിൽ 18 വർഷം ഹറമുകളിൽ ദർസ് നടത്തിയിട്ടുണ്ട്. ലോക പണ്ഡിതനായിരുന്നു. ഞാൻ എന്ത് പറയാനാ ഉദ്ദേശിച്ചത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ഷെയ്ഖായ മഹ്മൂദ് അൽ ഹസൻ ദൈവബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആരാണ്? കേരളക്കാർക്ക് ഇത് പറയേണ്ടി വന്നു, പരിചയപ്പെടുത്തണം. കേരളം അല്ലാത്തടത്തൊക്കെ ഈ പേരങ്ങോട്ട് പറഞ്ഞാൽ മതി, മനസ്സിൽ കൊള്ളാത്ത ബഹുമാനത്തോടെ അവരത് കേൾക്കും. ഷെയ്ഖുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയണ്ട. കേരളത്തിൽ പടച്ചവനെ എന്താക്കാനും മഹാന്മാരെ പറഞ്ഞ് പരിചയപ്പെടുത്തും. അതിന് മുമ്പ് അവർ മഹാന്മാരല്ല എന്ന് പറഞ്ഞിട്ട് ആരോ പരിചയപ്പെടുത്തി പോയിട്ടുണ്ടാവും. ദൈവബന്ദ് ദാറുലും മദ്രസ ഞാൻ ഇന്നലെ അനുസ്മരിച്ചു. 1857 സ്വാതന്ത്ര്യ സമരം സംഘടിപ്പിച്ചതിന്റെ പ്രഥമ നേതാവായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം മൗലാന ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ദൈവബന്ദ് ദാറുലും മദ്രസ ഈ RSSകാർ പറയുന്നുണ്ടല്ലോ, ഭരണത്തിലുള്ളവർ പറയുന്നുണ്ടല്ലോ, ആയുധ പരിശീലനം നേടുന്ന അപകട കേന്ദ്രങ്ങളാണ് മദ്രസ. നമുക്കൊന്നും മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒന്നാണ്, നമ്മൾ വിചാരിച്ചത് നമ്മളെ ഇവിടുത്തെ മദ്രസയാണ്, നമ്മളെ മദ്രസയെ പറ്റി അല്ല. നമ്മളിവിടെ മദ്രസ എന്ന് പറഞ്ഞ ചെറിയ ഇതിനാ. ദേശം വലുതായാൽ അറബി കോളേജ് ദർസൊക്കെ നമ്മൾ പറയാം. കേരളം വിട്ട മദ്രസ എന്ന് പറഞ്ഞ വലിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള അല്ലെങ്കിൽ വലിയ കോളേജ് പോലുള്ള വലിയ മദ്രസകൾക്കാണ്, വലിയ വലിയ സ്ഥാപനങ്ങൾക്കാണ്. കേരളത്തിലൊക്കെ ചെറുതാണല്ലോ. പണ്ട് മുല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോയാൽ മുല്ല മുബീൻ, മുല്ല ഹസൻ, മുല്ല അലിയുൽ ഖാരി, വലിയ ഇമാമിനെ പോലുള്ള പണ്ഡിതന്മാർക്കാ പറയാ. നമ്മളിവിടെ മുല്ല അറിഞ്ഞാലോ ഓക്ക് മല്ലാക്ക എന്ന് പറയും. ഇപ്പൊ നമ്മൾ താത്തിക്കളഞ്ഞു. അങ്ങനെ ഓരോന്നും താന്ന് ഇന്നലെ പറഞ്ഞ പോലെ മൗലവി താണുപോയി. പിന്നെ ഒരു വലിയ സാധനം ഉണ്ടായിരുന്നു, ഷെയ്ഖുന. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അത് ഇബ്നു ഹജറുൽ ഹൈതമിയെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോ ഷെയ്ഖുനൊക്കെ ഒരു വിലയില്ല, എല്ലാരും നമ്മളെ ഷെയ്ഖുനല്ലേ. ഇങ്ങനെ എല്ലാറ്റിന്റെ മൂല്യം വെടിഞ്ഞു പോയ ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട ഖാസിം നാനൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ഒരു പള്ളി ചത്ത, ഒരു സ്ഥാപനമില്ല കേട്ടോ, ഒരു ചെറിയ ജനവാസമുള്ള ദൈവബന്ധു ഒരു നഗരം. ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ താമസിക്കുന്നു, ഒരു ഭാഗത്ത് മുസ്ലിമുകൾ താമസിക്കുന്നു. അതിനോട് ചേർന്ന് ഇവരെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന കച്ചറയായി കിടന്ന കുറെ സ്ഥലം, അങ്ങനെ വിജനമായി കിടക്കുന്ന കുറെ സ്ഥലം. അതിന്റെ ഭാഗത്ത് ഒരു പള്ളി, കൊച്ചു പള്ളി, ഒരു കുബ്ബ പോലെയുള്ള ചെറിയൊരു പള്ളി. ആ പള്ളിയിൽപ്പെട്ട തന്നെ ഒരു മുറ്റം. ഹനഫികളുടെ പള്ളിയൊക്കെ അങ്ങനെ ഉണ്ടാകും പണ്ടത്തെ കാലത്ത്, ലളിതമാണ്. ആ മുറ്റത്ത് ഒരു ഉറുമാമ്പഴത്തിന്റെ മരമുണ്ട്, മാതളം മരത്തിന്റെ, നമ്മളെ മൈലാഞ്ചി പോലെ ചെറുത്, ഇങ്ങനെ മരം എന്നൊന്നും പറയാൻ മാത്രമല്ല, ചെറിയൊരു കുറ്റി. അതിന്റെ താഴെ ഇരുന്നു കൊണ്ട് മഹ്മൂദ് എന്ന് പേരായ കുട്ടിക്ക് ആദ്യ ദർസ് ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് വിശ്വപ്രസിദ്ധമായ ഇന്ത്യയിലെ ജാമിഉൽ അസ്ഹർ ആണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനേകം ഇമാമുകളെ പോലുള്ള മഹാപണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ കേരളത്തിലെ മദ്രസാധ്യാപകൻ തൊട്ട് വഅദ് പറയുന്നതും തൊട്ട് ദർസ് നടത്തുന്നതും തൊട്ട് ഇൽമിന്റെ പ്രവർത്തനം നടത്തുന്ന സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം വെളിച്ചം സ്വീകരിച്ചിട്ടുള്ള ദൈവബന്ധിലെ ആലിമീങ്ങൾ. കാരണം ഇവിടുന്ന് നമ്മളെ ഉപരിപണ്ണം വേലൂർ ബാക്കിയാത്ത സാലിഹ്യത്തിലാണ് പോയവർ. അവരെ പഠിപ്പിക്കുന്നത് ദൈവബന്ധിൽ പഠിച്ചു വന്ന ആൾക്കാരാണ്. അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ നമ്മളെ ഉസ്താദന്മാരാണ് ദൈവബന്ധിലെ മഹാന്മാർ ആലിമീങ്ങൾ. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആ 1887 സിപ്പാഹി ലഹള എന്ന് പറയുന്ന മുജാഹിദ് സമരം, നദവത്തുൽ മുജാഹിദ് അല്ല കേട്ടോ, അഫ്ഗാൻ മുജാഹിദ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന മുജാഹിദ്. അങ്ങനെ ബ്രിട്ടീഷുകാരോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്തിരുന്ന ആൾക്കാർ. അതിന് അറബിയിൽ മുജാഹിദ് എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഹിന്ദിയിൽ സിപ്പാഹി എന്നാ പറയാം. സിപ്പാഹിയാണ്, സിപ്പാഹി അല്ല. ഇതൊരു ശിപായിലാളാന്ന് കേൾക്കുമ്പോൾ രണ്ട് ശിപായിമാർ തമ്മിൽ തല്ലുകൂടി വെച്ചുണ്ടാക്കിയാണ് നമ്മൾ വിചാരിക്കുന്നതല്ല. സിപ്പാഹി മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഈമാനിക ശക്തി കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി. കുറെ പ്രദേശങ്ങൾ പിടിച്ചടക്കി ഭരിച്ചു. പിന്നെ അവർ ശക്തമായി ആഞ്ഞടിച്ച് തകർന്നുപോയി. പിന്നിൽ നിന്ന് അവിടെ കൂടെയുള്ളവർ വഞ്ചിച്ചു. വഞ്ചന എന്നാണ് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. പാലം വലിച്ചു ഹിന്ദുക്കളും മറ്റു കൂടെയുള്ള ആൾക്കാരൊക്കെ. ഇവർ മുമ്പിൽ ഇറങ്ങിയവർ ഒറ്റപ്പെട്ടു പോയി. ശരി, അതിനുശേഷം 21,000 ആലിമ്യങ്ങൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടു, പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ആലിം വേഷമുള്ളവരെ കണ്ടാൽ പട്ടാളത്തിന് വെടിവെക്കാനും അറസ്റ്റ് ചെയ്യാനും ഓർഡർ കൊടുത്തു. അങ്ങനെ കണ്ടമാനം
ആലിമീങ്ങളെ മുസ്ലിമീങ്ങളെ കൊന്നു. ആരും പറയാനില്ലല്ലോ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ എന്താ നടക്കുന്നത് ലോകത്തിന് അറിഞ്ഞൂടല്ലോ. അതിന് മുമ്പല്ലേ പണ്ട് ടി വി ഒക്കെ ഓരോന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ അവിടെ അമേരിക്കന്റെയും വിദേശ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞു. അവിടുത്തെ അവസ്ഥ അള്ളാഹ്ക്കും അവർക്ക് അറിയാം. പണ്ടത്തെ മലബാർ പോലെ ഒരാൾക്ക് ശേഷം ഇതുപോലെ ഇന്ത്യ ഒരുപോലെയായി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. ഇനിയും മുസ്ലിം സമൂഹയുടെ തലവെക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മുസ്ലിമീങ്ങളെ ലോകത്തുള്ള ദ്വീപുകളിലൊക്കെ കയറ്റി വെച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് കാശുണ്ടാക്കി, ഇവരെ വിൽപ്പനച്ചരക്കാക്കി, ഇവരെ കൊന്നു, അവരെ വീടുകൾ നശിപ്പിച്ചു. ഇനി ഒരിക്കലും തലവെക്കാത്ത അവസ്ഥയിൽ അവരെ പീഡിപ്പിച്ചപ്പോൾ പലരും ഒളിവിൽ പോയി. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. 2-3 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഹറമിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോഴാണ് സഹപ്രവർത്തകനെ അവിടെ വെച്ച് കാണുക. മൗലാന മിന്നത്തുള്ള റഹ്മാനി, ഹാജി മുഹാജിർ ഇംദാദുള്ള മക്കി തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാർ തമ്മിൽ കാണുന്ന 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടാ ഇതൊക്കെ വഴി മാറി വേഷം മാറി എങ്ങനെയോ വന്നിട്ട് ഹയാത്തിലുണ്ടോ ഇല്ലെന്ന് അറിയില്ല.